നമസ്കാരം. ഹരിയാനയിൽ ബി.ജെ.പി നേടിയ ഹാട്രിക് വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ ബി.ജെ.പിക്ക് നൽകിയത് താമര പൂക്കാലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹി ബി.ജെ.പി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ എനിക്ക് താമര പൂക്കാലം നൽകി. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ഹരിയാനയിലെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സത്യവും വികസനവുമാണ് ഹരിയാനയിൽ വിജയിച്ചത്. ബി.ജെ.പിക്ക് ഹരിയാനയിൽ സീറ്റുകളുടെ എണ്ണവും വോട്ടും വർദ്ധിച്ചു. വീണ്ടും ബി.ജെ.പിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെന്നും മോദി പറഞ്ഞു. കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മോദി നടത്തിയത്. കോൺഗ്രസ് എവിടെയെങ്കിലും ഭരണ തുടർച്ച നേടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. എവിടെയൊക്കെ ബി.ജെ.പി സർക്കാരുകൾ രൂപീകരിക്കുന്നോ അവിടെയൊക്കെ ദീർഘകാലം ജനങ്ങളുടെ പിന്തുണ ബി.ജെ.പിക്ക് ലഭിക്കുന്നു. ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ജാതി വിഷം പടർത്താൻ ശ്രമിക്കുന്നതായി മോദി ആരോപിച്ചു. കോൺഗ്രസിന് ജനങ്ങൾ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ്. ജാതിയുടെ പേരിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നു. ഹരിയാനയിലെ ദളിതരെ കോൺഗ്രസ് അപമാനിച്ചു. 100 വർഷം അധികാരം കിട്ടിയാലും കോൺഗ്രസ് ദളിതരെയോ ആദിവാസിയോ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയോ പ്രധാനമന്ത്രിയാക്കില്ല. വോട്ട് ബാങ്കുകളെ മാത്രം സംതൃപ്തിപ്പെടുത്തുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ് ചെയ്തത്. കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. ആ ശ്രമങ്ങളെ ഹരിയാനയിലെ കർഷകർ തള്ളിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവർ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. എവിടെ കോൺഗ്രസ് ഉണ്ടോ അവിടെ അഴിമതിയുണ്ടെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചു. കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ്. ജാതിയുടെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ തങ്ങളെ വിജയിപ്പിക്കുക മാത്രമല്ല കൂടുതൽ സീറ്റുകൾ നൽകുകയും ചെയ്തു. കൂടുതൽ വോട്ട് ഷെയർ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്തു. നുണകൾക്ക് മേൽ വികസനം നേടിയ വിജയമാണിത്. ഹരിയാനയിലെ കർഷകർ ബി.ജെ.പിക്കൊപ്പമാണ്. ഹരിയാനയിലെ ദളിതരെ കോൺഗ്രസ് അപമാനിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അധികാരമില്ലെങ്കിൽ കരയിലെ മീനിൻ്റെ അവസ്ഥയാണ് കോൺഗ്രസിനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം ലഭിച്ചത് ബി.ജെ.പിക്കാണ്. ബി.ജെ.പിയുടെ പ്രകടനത്തിൽ അഭിമാനമുണ്ട്. ബി.ജെ.പിയിൽ വിശ്വാസമർപ്പിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങളോടും അദ്ദേഹം നന്ദി പറഞ്ഞു. പാർട്ടിക്ക് ഒരിക്കൽ കൂടി വ്യക്തമായി ഭൂരിപക്ഷം നൽകിയതിന് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ചരിത്ര വിജയം ആർജിക്കാനായി കഠിന പ്രയത്നം ചെയ്ത എല്ലാ പാർട്ടി പ്രവർത്തകരെയും മോദി അഭിനന്ദിച്ചു. അതേസമയം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ വോട്ട് വിഹിതത്തിൽ വലിയ അന്തരവുമില്ല. പുറത്തുവന്ന വിവരപ്രകാരം 9% അന്തരം മാത്രമാണ്. ബി.ജെ.പിക്ക് 39.94%, കോൺഗ്രസിന് 39.09%. ജമ്മു കാശ്മീരിൽ ഭരണത്തിലേറുന്ന നാഷണൽ കോൺഫറൻസിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചെങ്കിലും കോൺഗ്രസിന്റെ കാര്യം പരാമർശിച്ചില്ല. ഈ വർഷത്തെ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സവിശേഷമായിരുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ആർട്ടിക്കിൾ 370 നീക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പിലെ ഉയർന്ന പങ്കാളിത്തം ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തെ തെളിയിക്കുന്നുവെന്നും മോദി കുറിച്ചു. ബി.ജെ.പി 29 സീറ്റ് നേടിയതിൽ താൻ സന്തോഷവാനാണ്. 2014 അപേക്ഷിച്ച് 4 സീറ്റ് കൂടി അധികം കിട്ടി. പാർട്ടിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. പ്രകടനത്തിൽ അഭിമാനമുണ്ട്. തുടർന്നും കാശ്മീരിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൻ.സി, കോൺഗ്രസ്, CPM സഖ്യം 49 സീറ്റിലാണ് വിജയിച്ചത്. അതിൽ എൻ.സി 42, കോൺഗ്രസ് 6, CPM 1 എന്നിങ്ങനെയാണ് നില. അതേസമയം മികച്ച പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള ജനങ്ങളുടെ അചഞ്ചല വിശ്വാസമാണ് ഹരിയാനയിലെ വിജയം തെളിയിക്കുന്നതെന്ന് അമിത്ഷാ പ്രതികരിച്ചു. കേന്ദ്രത്തിൽ മോദിജിയുടെ 3ാം ഊഴമായാലും ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിജയമായാലും അത് പൊതുജനങ്ങളുടെ ബി.ജെ.പിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തെളിയിക്കുന്നതെന്ന് ഷാ പറഞ്ഞു. കോൺഗ്രസിന്റെ വ്യാജവും പൊള്ളയായതുമായ വാഗ്ദാനങ്ങൾ ജനം തള്ളിക്കളഞ്ഞെന്നും അമിത്ഷാ പറഞ്ഞു.